മുൻ പ്രധാനമന്ത്രി PV നരസിംഹറാവുവിനും കേന്ദ്രം ഭാരതരത്ന ബഹുമതി പ്രഖ്യാപിച്ചു. അപ്പോൾ അതിനകത്ത് ഉയർന്ന ഏറ്റവും വലിയ ഒരു വിമർശനം അല്ലെങ്കിൽ പ്രതികരണം ഈ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർക്കാൻ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ഭാഗമായി നിന്ന ആളുകളെയൊക്കെ കൊടുക്കേണ്ട ബഹുമതി കൊടുത്ത് BJP സർക്കാർ ആദരിച്ചു എന്നുള്ളതാണ്. അതിൽ അവസാനമായി ബാക്കിയുണ്ടായിരുന്നത് അന്ന് അയോധ്യയിൽ ബാബരി തകർക്കാൻ മൗനാനുവാദം നൽകിയ അന്നത്തെ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി BJP പരിഗണിക്കുകയാണെന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് ഈ ബാബരി മസ്ജിദ് പൊളിഞ്ഞതിന് പിന്നാലെ തന്നെ അക്കാരണത്താൽ തന്നെ പല നേതാക്കളും പിന്നീട് കോൺഗ്രസ് തന്നെയും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞതാണ്. അപ്പോൾ അതിനെ നരസിംഹറാവിനെ പിന്നീട് BJP ഏറ്റെടുക്കാൻ നോക്കുന്നതിന് ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടതുമാണ്. അപ്പോൾ അതിനെ എങ്ങനെ പുതിയ സാഹചര്യത്തിൽ കൂട്ടി വായിക്കേണ്ടതുണ്ടെന്നുള്ളതും കൂടി നോക്കുകയാണ് നമ്മൾ. എങ്ങനെ കാണുന്നു ദാവ് സാഹിബ് നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുത്തതിൽ? നരസിംഹറാവിന് കൊടുത്തതിന് മാത്രമായിട്ട് പ്രത്യേകമായിട്ട് കാണുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ മുമ്പ് ഔട്ട് ഓഫ് പറഞ്ഞ കാര്യമാണ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേറ്റർ ആരാന്ന് ചോദിച്ചാൽ നരേന്ദ്രമോദിയാണ്. അത്രയും സ്മാർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഈ ടോക്കണിസത്തിലൂടെ, സിംബലിസത്തിലൂടെ ഇന്ത്യൻ ജനതയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതിൽ നിന്നുള്ള പൊളിറ്റിക്കൽ ഡിവിഡൻറ്റ്, രാഷ്ട്രീയമായ സാധ്യതകൾ നേടിയെടുക്കുന്ന ഒരു ജീനിയസ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആ കഴിവാണ് ഈ പറയുന്ന ഭാരത് രത്ന പ്രഖ്യാപനങ്ങളും കണ്ടിട്ടുള്ളത്. ഇപ്പം ഭാരത് രത്ന നമ്മുടെ ഇന്ത്യയുടെ ചരിത്രത്തിൽ മൊത്തം എടുത്തു കഴിഞ്ഞാൽ 53 പേർക്കാണ് കൊടുത്തത്. അതിലേറ്റവും അധികം പേർക്ക് കൊടുത്തിരിക്കുന്നത് ഈ 2024 5 പേർക്ക്. പിന്നെ നേരത്തെ ഉണ്ടായിരുന്നത് വാജ്പേയിയുടെ കാലത്താണ് 4 പേർക്കാണ് കൊടുത്തത്. അപ്പോൾ ഈ 5 പേർക്ക് കൊടുത്തത് നോക്കുക, അതിനെങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ആദ്യം കർപ്പൂരി താക്കൂറിന് കൊടുക്കുന്നു. കർപ്പൂരി താക്കൂർ ആരാ? ഇന്ത്യയിലെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ ഗോഡ് ഫാദർ എന്ന് പറയുന്ന, വേറെ ഭാഷയിൽ പറഞ്ഞാൽ ഈ സോഷ്യലിസ്റ്റുകൾ ജനതാദളുകാരാണല്ലോ ഇന്ത്യയിൽ മണ്ഡൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരുന്നത്. മണ്ഡൽ രാഷ്ട്രീയത്തിന് അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മന്ദിർ രാഷ്ട്രീയം BJP ഉയർത്തുന്നത്. അപ്പോൾ ഒറ്റ വീശിന് കർപ്പൂരി താക്കൂറിന് കൊടുക്കുന്നു, തൊട്ടടുത്ത LK അഡ്വാനി കൊടുക്കുന്നു. മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കും കൊടുക്കുന്നു, മന്ദിർ രാഷ്ട്രീയത്തിൻ്റെ ആൾക്കും കൊടുക്കുന്നു. RSSൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഒരു പരിപാടി എന്താണ്? ഈ അപ്രോപ്രിയേറ്റ് ചെയ്യുക, സ്വന്തമാക്കുക എന്നുള്ളതാണ്. എല്ലാവരെയും സ്വന്തമാക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ പാർലമെൻറ്റിൽ നന്ദിപ്രമേയ ചർച്ചയിൽ മോഡി നടത്തിയ പ്രഭാഷണമാണല്ലോ, അതിന് സമാപനം കുറിച്ചുകൊണ്ട് അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അംബേദ്കർക്ക്, ബാലാസാഹബ് അംബേദ്കർക്ക് കോൺഗ്രസ് ഭാരതരത്ന കൊടുത്തില്ല. ശരിയാണ്, കോൺഗ്രസ്സുകാർ അങ്ങ് ചിന്തിച്ചിട്ടുപോലില്ല, ഭാരതരത്ന കൊടുത്തില്ല. കൊടുത്തത് ആരാണ്? VP സിംഗ് പ്രധാനമന്ത്രിയായിരിക്കാണ് കൊടുത്തത്. അപ്പോൾ നരേന്ദ്രമോദി പറയുന്നത് ഞങ്ങളുടെ പിന്തുണയിലുള്ള സർക്കാരാണ് ബാബാ സാഹിബിന് ഭാരതരത്ന കൊടുത്തത്. അപ്പോൾ ബാബാ സാഹിബിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. കർപ്പൂരി താക്കൂറിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നു. ആ ആഴ്ചയിൽ തന്നെയാണ് ജനതാദൾ യുവുമായി ബന്ധപ്പെട്ട JDU ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. നിതീഷ് കുമാർ അങ്ങോട്ട് പോകുന്നു. നിതീഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് കർപ്പൂരി താക്കൂർ എന്ന് മനസ്സിലാക്കണം. അതെ, മണ്ഡൽ രാഷ്ട്രീയത്തിൻ്റെ ആൾക്ക്, മന്ദിർ രാഷ്ട്രീയത്തിൻ്റെ ആൾക്ക് കൊടുക്കുന്നു. പിന്നെ ഈ പറയുന്ന ചരൺ സിംഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഏറ്റവും ഡൊമിനൻ്റായി നിൽക്കുന്ന സമയത്ത് എന്താണ് പറയുക, ഒരു തരത്തിൽ വിമത ശബ്ദമുയർത്തിയ ഒരാളാണ്. ഈ കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ധാര, അതിൽ പ്രധാനപ്പെട്ട ഒരു പ്രൊപ്പോണൻ്റാണ്. കർഷകർക്കിടയിൽ, പ്രത്യേകിച്ച് UP കർഷകർക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്, ജാട്ടുകൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ട്. അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റില്ലെന്ന് വെച്ചാൽ സാങ്കേതികമായി അദ്ദേഹം എന്തുകൊണ്ടും അർഹനാണ്. എന്ന് പറഞ്ഞാൽ ഭാരതരത്ന ഇതുവരെയും കൊടുത്ത ഒരു പ്രാക്ടീസ് നോക്കിക്കഴിഞ്ഞാൽ ചരൺ സിംഗിന് കൊടുക്കാവുന്നതാണ്. നരസിംഹറാവുവിന് കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അയോധ്യ പൊളിറ്റിക്സിന് സമയത്ത് കൊടുക്കാവുന്ന മികച്ച ആളാണ്. മറ്റേതിന് പ്രൊഫഷണലാണ്. സ്വാമിനാഥന് കൊടുത്തത് ഒരു പ്രൊഫഷണൽ റീസൺ നിശ്ചയമായി അതിനുണ്ട് എന്ന് പറയാം. അപ്പോൾ കോൺഗ്രസ്സുകാരനായ ഒരാൾക്ക് നരേന്ദ്രമോദി ഇത് റെക്കമെൻഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് ആ കോൺഗ്രസ്സിൽ ആരാണ്, അതേത് സമയത്താണ്, ഇതൊക്കെ പ്രധാനമാണ്. അതിലൊക്കെ ഓരോ മെസ്സേജ്, പൊളിറ്റിക്കൽ മെസ്സേജ് ഉണ്ട്. ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് നേരത്തെ വാജ്പേയി 4 പേർക്ക് കൊടുത്തു പറഞ്ഞല്ലോ, അതിലൊരാൾ ഈ ഗോപിനാഥ് ബർദോളിയായിരുന്നു. എന്ന് പറഞ്ഞാൽ അസമിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രി. അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായ ഒരു നേതാവിന് ആദ്യമായിട്ടല്ല BJP ഭാരതരത്ന കൊടുക്കുന്നത്, നേരത്തെയും ഇതിൻ്റെ അടയാളമാണ്. ഇനി കോൺഗ്രസ്സും ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ, രാഷ്ട്രീയമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള. ഇപ്പോൾ 77 കാമരാജിന് കൊടുക്കുന്നുണ്ട് ഇന്ദിരാഗാന്ധി.
തമിഴ്നാട് ഈ അസംബ്ലി ഇലക്ഷൻ നടക്കാനിരിക്കെയാണ് കാമരാജിന് കൊടുക്കുന്നത്. 88-ൽ MGR കൊടുക്കുന്നുണ്ട്, MG രാമചന്ദ്രന് കൊടുക്കുന്നുണ്ട്, രാജീവ് ഗാന്ധി. അന്നും ഒരു തമിഴ്നാട്ടിൽ അസംബ്ലി ഇലക്ഷന് മുന്നോടിയായിട്ടാണ്. അത് രാഷ്ട്രീയമായ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ്. പക്ഷേ അപ്പോൾ MGR കൊടുക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നിശ്ചയം MGR അർഹനായിട്ടുള്ള ഒരാളാണ്, കാമരാജ് അർഹനായിട്ടുള്ള ഒരാളാണ്. പക്ഷേ നരേന്ദ്രമോദിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അവാർഡുകളാവട്ടെ, ഞാൻ കഴിഞ്ഞൊരു ഔട്ട് ഓഫ് ഹൗസ് പറഞ്ഞിരുന്നു, പിന്നെ ഈ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം ഉണ്ടല്ലോ, എന്താണ് മൻ കി ബാത്ത് പോലും എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ പൊളിറ്റിക്കൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടി ഉപയോഗിക്കുന്നത്. രാജ്യത്തെ അതിവിദൂരമായ ഏതെങ്കിലും സ്ഥലത്തുള്ള ഏതെങ്കിലും നിലക്ക് മാർക്ക് ചെയ്തിട്ടുള്ള ഒരാളെ കണ്ടെത്തുന്നു, ഒരാളെ അല്ലെങ്കിൽ ഒന്നിലധികം ആളുകളെ. ഇപ്പോൾ പിന്നെ തെരുവ് വൃത്തിയാക്കുന്ന ആളാകാം, അല്ലെങ്കിൽ പുഴ മലിനപ്പെടുത്തുന്നതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരാളാകാം, അല്ലെങ്കിൽ കണ്ടൽക്കാട് സംരക്ഷിക്കുന്ന ആളാകാം, അല്ലെങ്കിൽ പുതിയൊരു സംരംഭം കൊണ്ടുവന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ലൊക്കേറ്റ് ചെയ്യുന്നു, അവരെ മൻ കി ബാത്തിൽ പരാമർശിക്കുന്നു. അദ്ദേഹത്തിന് വലിയ ചിലവൊന്നുമില്ല. ആ പ്രഭാഷണ എഴുത്തുകാരൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഈ പ്രഭാഷണം ജസ്റ്റ് പറഞ്ഞു വന്നു. പക്ഷേ അത് ആ വ്യക്തിയുടെ പ്രദേശത്ത്, അയാളുടെ കമ്മ്യൂണിറ്റിയിൽ അയാൾ എൻഗേജ് ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ വലിയ രീതിയിൽ റീച്ച് ചെയ്യുന്നുണ്ട് ആ സാധനം. അപ്പം അങ്ങനെ ഭരണഘടനാ സ്ഥാപനങ്ങൾ, ഭരണഘടനാ സംവിധാനങ്ങൾ, ഈ നിലക്കുള്ള അവാർഡുകൾ, എല്ലാ കാര്യങ്ങളെയും പ്രസിഷൻ ടാർഗറ്റ്, എന്താണ് പ്രസിഷൻ ബോംബിംഗ് എന്നൊക്കെ പറയുന്നവർ അതിസൂക്ഷ്മമായി രാഷ്ട്രീയമായി ഉന്നം വെച്ചുകൊണ്ട് ഉപയോഗിക്കുന്ന ഈ പൊളിറ്റിക്കൽ മാജിക് ഉണ്ട് മോഡിയുടെ. അതാണ് അദ്ദേഹം നടപ്പിലാക്കുന്നത്. അപ്പോൾ അതിലൂടെ അദ്ദേഹം ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഓരോ ദിവസവും പ്രതിപക്ഷത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനോ അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കേണ്ടത് എന്നറിയാതെ കൺഫ്യൂഷൻ ഉണ്ടാക്കാനോ പറ്റുന്ന സാധനങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഓരോ ദിവസവും 5-6 വെച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതുമ്മ കിടന്ന് കളിക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടതാണ് ഇത് തന്നെയാണ് പ്രതിപക്ഷം ചെയ്യാവുന്നത്. അവർക്ക് ഇങ്ങോട്ട് അജണ്ടകൾ ഇട്ട് കൊടുക്കാമല്ലോ, അത് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്യാവുന്ന ഒരേ ഒരു കാര്യം അടുത്ത കാലത്തായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നത് ഈ ജാതി സെൻസസുമായി ബന്ധപ്പെട്ടാണ്. അതുമൽ ഇപ്പം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടും അയോധ്യ സംഗതികളൊക്കെ ബന്ധപ്പെട്ട് കോൺഗ്രസ്സിനെ കൺഫ്യൂഷനാക്കാൻ പറ്റിയല്ലോ. അതേമാതിരി BJP സംഘപരിവാറിനെ കൺഫ്യൂഷൻ്റെ പടുകുയിലിടാൻ പറ്റുന്ന ഒരു അജണ്ടയായിരുന്നു അത്. പക്ഷേ അത് സമർത്ഥമായിട്ട് പ്രയോഗിക്കാൻ കോൺഗ്രസ് സാധിച്ചില്ല. അവർക്ക് തന്നെ അതിൽ കൺഫ്യൂഷൻ, അത് ഇത്ര അധികം വേണോ, ഇങ്ങനെ വേണോ എന്നുള്ളതൊക്കെ അവർക്ക്. അപ്പോൾ ആ നിലക്ക് അജണ്ടകൾ മോഡി ഇപ്പുറത്തെ കിട്ടിയ അജണ്ടകളിൽ കെട്ടിമറിയുക എന്നുള്ളതല്ലാതെ അപ്പുറത്തെ അജണ്ടകൾ ഇട്ട് കൊടുക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തെയും മോഡി നല്ലവണ്ണം ഉപയോഗിക്കുന്നുണ്ട്. അജിംസെ, റാവുവിന് ഭാരതരത്ന കൊടുക്കുന്നതിലൂടെ BJP എന്തൊക്കെ രാഷ്ട്രീയ നേട്ടങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നു? PV നരസിംഹറാവു ഇന്ത്യൻ ചരിത്രത്തിലെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ, ബാബരി മസ്ജിദ് തകർത്തപ്പോൾ അദ്ദേഹമായിരുന്നു പ്രധാനമന്ത്രി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് 26 ഭാഷ അറിയാമായിരുന്നു. അതിലൊരു ഭാഷയിലും അദ്ദേഹം പള്ളി വിളിക്കരുതെന്ന് പറഞ്ഞില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിമർശകർ സ്ഥിരം പറയാറുള്ള കാര്യം. അപ്പോൾ റാവു റിട്ടയർ ആയത്, രാഷ്ട്രീയ ജീവിതത്തിൽ നിന്ന് റിട്ടയർ ആവുന്ന ഒരു സമയത്താണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം തേടി വരുന്നത്. അദ്ദേഹം വളരെ പണ്ഡിതനായ ഒരു മനുഷ്യനായിരുന്നു, ഫിലോസഫർ ആയിരുന്നു, ഒരുപാട് ഭാഷകൾ, വിദേശകാര്യമന്ത്രിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ ഒരു ട്രാക്ക് റെക്കോർഡുള്ള, പൊളിറ്റിക്കൽ ട്രാക്ക് റെക്കോർഡുള്ള ആൾ ഇനി രാഷ്ട്രീയം അവസാനിച്ച് ആന്ധ്രയിൽ സ്ഥിരാമസാക്കാമെന്ന് പറഞ്ഞ് തിരിച്ചു പോയപ്പോഴാണ് അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം തേടി വരുന്നത്. മണിശങ്കർ അയ്യർ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം കഴിഞ്ഞ വർഷം ഇറങ്ങിയിരുന്നു. അദ്ദേഹം പറയുന്നൊരു കാര്യം, BJPയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു നരസിംഹറാവു എന്നാണ്. അപ്പോൾ അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ ബാബരി മസ്ജിദ്, രാം ജന്മഭൂമി മൂവ്മെൻറ്റ് ശക്തമായിരുന്നൊരു കാലത്ത് ഈ മണിശങ്കർ അയ്യറും കുറച്ച് കോൺഗ്രസ് നേതാക്കളും കൂടി റാം റഹീം യാത്ര സംഘടിപ്പിച്ചു, രഥയാത്രയ്ക്ക് ബദലായി. ഇപ്പോൾ ഒഡീഷയിലോ മറ്റെങ്ങനെ രഥയാത്ര നടന്നുകൊണ്ടിരിക്കുമ്പോൾ റാവു അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയാണ്, ഡൽഹിയിലേക്ക് വരണം എന്ന് പറഞ്ഞ് വിളിച്ചിട്ട്, നിങ്ങളുടെ ഈ ജാഥ ശരിയല്ല എന്ന് പറയുന്നത്. എന്താ ശരിയല്ല, നിങ്ങളുടെ സെക്യുലറിസത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് ശരിയല്ല എന്ന് റാവു മണിശങ്കർ അയ്യരോട് പറയുകയാണ്. അപ്പോൾ പറഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മുടെ രാജ്യം ഒരു സെക്യുലർ കൺട്രി അല്ലേ. ഇപ്പോൾ റാം റഹീം യാത്ര, റാം റഹീം എന്ന 2 വാചകങ്ങളും ഗാന്ധിജി ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. റാം ഏക്ക് റഹ്മാൻ ഏക്ക് എന്നുള്ളതാണ് നമ്മുടെ ഒരു പാരമ്പര്യം. അയ്യർ, നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന് മനസ്സിലായിട്ടില്ല എന്ന് ഈ റാവു മണിശങ്കർ അയ്യരോട് ചോദിക്കുകയാണ്. അവിടെ വെച്ച് അദ്ദേഹം ആ സംഭാഷണം അവസാനിപ്പിച്ചു. ഈ പുസ്തകത്തിൽ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ചിലർ സംശയിക്കുന്നത് നരസിംഹറാവു ഒരു RSSനാൽ പ്രചോദിതനായ, അങ്ങനെ ഒരുപാട് കോൺഗ്രസ്സുകാരുണ്ട്, അങ്ങനെ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു റാവു എന്ന് വിശ്വസിക്കുന്ന, മണിശങ്കർ അയ്യരെ പോലെ വിശ്വസിക്കുന്ന കുറേയധികം ആളുകളുണ്ട്.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൗനം അർത്ഥഗർഭമായിരുന്നു. അത് പള്ളി പൊളിച്ചോട്ടെ എന്ന അർത്ഥത്തിൽ അദ്ദേഹം 26 ഭാഷകൾ ഒന്നുപോലും ഉപയോഗിക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടുണ്ടാവാം. റാവുവിനിപ്പോൾ പി വി നരസിംഹറാവുവിന് പിന്നീട് റാവുവും സോണിയാഗാന്ധിയും തമ്മിൽ ചെറിയ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു, അതറിയാലോ. റാവുവിൻ്റെ ആ സർക്കാരിന് ശേഷം പിന്നീട് സീതാറാം കേസരിയാണ് AICC അധ്യക്ഷ സ്ഥാനത്തേക്ക് സോണിയാഗാന്ധി കൊണ്ടുവരുന്നത്. പക്ഷേ അതിനർത്ഥം അവർ തുടക്കം മുതലേ പ്രശ്നമായിരുന്നല്ല. നരസിംഹറാവുവിൻ്റെ തിരിച്ചു വരുന്ന പ്രധാനമന്ത്രി പദത്തിലേക്ക് തിരിച്ചു വരുന്ന സംഭവത്തെക്കുറിച്ച് കോൺഗ്രസ്സിലെ ചില ആളുകൾ ഉദ്ധരിച്ചുകൊണ്ട് ചില പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടുള്ളത് ഈ പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കുമ്പോൾ സോണിയാഗാന്ധിയുടെ മുമ്പിൽ സാഷ്ടാംഗം നമിച്ചുകൊണ്ടാണ് അദ്ദേഹം പദവി ഏറ്റെടുക്കുന്നത്. അവർ തമ്മിൽ പ്രശ്നമായിരുന്നില്ല. പക്ഷേ പിന്നീട് ഈ ബാബരി മസ്ജിദിൻ്റെ പതനത്തിന് ശേഷം സോണിയാഗാന്ധിയും റാവുവും തമ്മിൽ വലിയ തോതിലാകുന്നു. റാവു മരിക്കുമ്പോൾ 2004 മറ്റാണ് മരിക്കുന്നത്. ഈ ബോഡി 24 അക്ബർ റോഡിലെ ആ ഓഫീസിൻ്റെ അകത്തേക്ക് പോലും വെപ്പിച്ചില്ല. കോൺഗ്രസിൻ്റെ അകത്ത് റാവു വിസ്മൃതിയിലാകപ്പെട്ടു. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ തിരിച്ചടിക്ക് കാരണക്കാരനായി പി വി നരസിംഹറാവുവിനെ തന്നെയാണ് അവർ പ്രധാനമായി എണ്ണുന്നത്. പക്ഷേ 2020 തെലങ്കാനയിൽ കോൺഗ്രസ് കുറേ കൂടി ഫുഡ് ഗ്രിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ റാവുവിനെ പുകഴ്ത്തി സോണിയാഗാന്ധി തന്നെ സംസാരിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് തെലങ്കാന എന്ന് പറയുന്ന സംസ്ഥാനം കോൺഗ്രസ് ഉണ്ടാക്കിയ സംസ്ഥാനമാണ്. ആ കോൺഗ്രസ്സിന് അത് നഷ്ടപ്പെട്ടു വരുന്നു 10 വർഷത്തോളം. വീണ്ടും അവർ തിരിച്ചു വരികയാണ്. ആന്ധ്രയിൽ 40 ലോക്സഭാ സീറ്റുള്ള ആന്ധ്രയിൽ നിന്ന് കോൺഗ്രസ് വൈപ്പ് ഔട്ട് ചെയ്യപ്പെട്ടു. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ സ്ട്രോങ് ഹോൾഡായിരുന്നു ആന്ധ്ര. അവിടെ കോൺഗ്രസ് ഇന്നില്ല. അവിടെ കോൺഗ്രസ് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ്. എങ്ങനെ ഈ ഷർമിളയെ മുൻനിർത്തി തിരിച്ചു വരാൻ ശ്രമിക്കുമ്പോഴാണ് പി വി നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുക്കുന്നത്. അതിന് ഒരു രാഷ്ട്രീയമില്ലെന്നും കാണാൻ കഴിയില്ലല്ലോ. കൃത്യമായും ഒന്നാതാണ്. രണ്ടാമത്തെ കാര്യം, കർപ്പൂരി ഠാക്കൂറിനും ചരൺ സിംഗിനും ഭാരതരത്ന കൊടുക്കുന്നതോടൊപ്പം എൽ കെ അദ്വാനിക്ക് കൊടുത്തല്ലോ. രാം മന്ദിറിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ അദ്വാനി ഉണ്ടായിരുന്നില്ല. അദ്വാനിയാണ് ആ രാമക്ഷേത്രത്തിൻ്റെ പൂർണ്ണമായി ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ കഴിയുന്ന ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു രാഷ്ട്രീയ നേതാവ്. മോദിയല്ല, അദ്വാനിയാണ്. പക്ഷെ അദ്വാനി ആ പരിസരത്തേക്ക് അടുപ്പിച്ചില്ല. എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായിട്ട് അദ്വാനിയോട് നരേന്ദ്രമോദി എന്താണ് ചെയ്തതെന്ന് നമുക്കെല്ലാവരും കണ്ടതാണ്. ആ സീൻ എൻ്റെ എത്ര ദുഷ്ടനായ മനുഷ്യനാണെങ്കിലും സങ്കടപ്പെടുന്നതാണ് നമുക്കൊരു വിഷമം ഉണ്ടാവുമല്ലോ. കാരണം അദ്വാനി നടത്തിയ രഥയാത്ര ഇന്ത്യയിൽ 100 കണക്കിന് മനുഷ്യർ കൊല്ലപ്പെട്ടതാണ്, രക്തത്തിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ് എൽ കെ അദ്വാനിയുടെ രാഷ്ട്രീയ ചരിത്രം. എങ്കിൽ പോലും നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ ദിവസം അദ്ദേഹം സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി വരുന്ന സമയത്ത് കൈകൂപ്പി തൊഴുത് വിറയ്ക്കുന്ന കൈകളും മുഖവുമായി നിൽക്കുന്ന ഒരു അദ്വാനിയുടെ രൂപമുണ്ട്. അപ്പോൾ അദ്ദേഹം എൽ കെ അദ്വാനി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രസംഗിക്കുകയാണ്. എന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിക്കാനുള്ള ഒരു കൃപ നരേന്ദ്രമോദി കാണിച്ചു കൊണ്ട് പ്രസംഗിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ ഡ്രമാറ്റിക്കായിട്ടുള്ളൊരു പ്രസംഗം മോദി നടത്തുന്നുണ്ട്. കൃപാധിക്കായ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് അങ്ങനെ പറയരുത് എന്ന് പറയുന്നുണ്ട്. അതായത് ഞാൻ കൃപ കാണിച്ചു എന്ന് പറയരുതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നടന്നൊരു പ്രസംഗമുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് മാർഗദർശക് മണ്ഡലിലേക്കാണ് എൽ കെ അദ്വാനി ഇറങ്ങി നടക്കുന്നത്. പിന്നെ അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടേ ഇല്ല, കാണുന്നുമില്ല. അപ്പോൾ രാമക്ഷേത്രത്തിൽ അദ്ദേഹത്തെ ക്ഷണിക്കുന്നില്ല. കർപ്പൂരി ഠാക്കൂർ, അതായത് മന്ദിർ രാഷ്ട്രീയത്തിനെതിരായിട്ട് മണ്ഡൽ രാഷ്ട്രീയം കൊണ്ടുവന്ന കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന കൊടുക്കുമ്പോഴും എൽ കെ അദ്വാനി അവിടെ വിഷമിച്ചിരിക്കുമ്പോഴാണ് നേരെ പോയിട്ട് എൽ കെ അദ്വാനിക്ക് പ്രഖ്യാപിക്കുന്നു. എൽ കെ അദ്വാനിക്ക് പ്രഖ്യാപിച്ചാൽ ഉറപ്പായിട്ടും നരസിംഹറാവുവിനും പ്രഖ്യാപിക്കണം. കാരണം രാമക്ഷേത്രം യാഥാർത്ഥ്യമാക്കിയത് എൽ കെ അദ്വാനിയോളം തന്നെ പങ്ക് റാവുവിനുമുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. അപ്പോൾ നമ്മളിതിനെ മോദിയുടെ ബുദ്ധി എന്നല്ല പറയാം, ഇത് RSSൻ്റെ ബുദ്ധിയാണ്. മോദിക്ക് അത്ര ബുദ്ധിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അപ്പോൾ ആ ബുദ്ധിയെ വാഴ്ത്തുന്നതോടൊപ്പം തന്നെ ഇത് കുരുട്ടു ബുദ്ധിയാണെന്നും ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്നും തുറന്നു കാട്ടപ്പെടുകയും ചെയ്യണം. അപ്പോൾ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയാണ് റാവുവിന് ഭാരതരത്ന നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ വർക്കൗട്ട് ആവുമെന്ന് കണ്ടറിയണം. ഔട്ട് ഓഫ് ഫോക്കസ് അവസാനിക്കുന്നു. നമസ്കാരം.